ഇന്ത്യയുടെ അയൺ ഡോം എന്നറിയപ്പെടുന്ന ആകാശ് തീർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം അനിമേഷനിലൂടെ മനസ്സിലാക്കാം. രാജ്യാന്തര റഡാർ, 3D സെൻട്രൽ ആക്വിസിഷൻ റഡാർ തുടങ്ങി മറ്റ് പല റഡാറുകളിലും ശത്രുവിന്റെ ഡ്രോൺ, മിസൈൽ, UAV യുടെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ആകാശ് തീർ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഷോർട്ട് ടു മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് നെറ്റ്വർക്കിന്റെ ഡിജിറ്റൽ ബ്രെയിൻ ആണ് ആകാശ് തീർ സിസ്റ്റം. തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, അതായത് മിസൈലുകൾ, റഡാറുകൾ, മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിച്ച് ഏകീകരിച്ച് നിയന്ത്രിക്കുന്ന സംവിധാനം. നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ CPU ഒക്കെ പോലെ. ശത്രു ഡ്രോണിന്റെ വേഗത, അതിന്റെ ലൊക്കേഷൻ, ഏതുതരം മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോണുകളെ ആക്രമിക്കേണ്ടത്, എപ്പോഴാണ് ആക്രമിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആകാശ് തീർ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ നിന്നുമാണ് മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളാണ് ആകാശ് മിസൈലുകൾ. 25 മുതൽ 30 കിലോമീറ്റർ വരെ റേഞ്ച് ഇവയ്ക്കുണ്ട്. ലോഞ്ച് ചെയ്തതിന് ശേഷവും ആകാശ് മിസൈലുകൾ രാജ്യാന്തര റഡാർ പോലുള്ള എൻഗേജ്മെന്റ് റഡാറുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ശത്രുവിന്റെ ഡ്രോൺ ഒരേ സ്ഥലത്ത് നിൽക്കുകയല്ലോ, അതിന്റെ ലൊക്കേഷൻ മാറുകയല്ലേ. അപ്പോൾ ശത്രുവിന്റെ റിയൽ ടൈം ലൊക്കേഷൻ എൻഗേജ്മെന്റ് റഡാറുകൾ ആകാശ് മിസൈലുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.